നിങ്ങൾക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിന് ആ പേര് എങ്ങനെയാണ് ലഭിച്ചതെന്ന്? ആദ്യകാലങ്ങളിൽ ശസ്ത്രക്രിയകൾ വിദ്യാർത്ഥികൾക്കും മറ്റും കാഴ്ചക്കാർക്കും കാണാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരുന്ന ഗാലറി ശൈലിയിലുള്ള തിയേറ്ററുകളായിരുന്നു നടത്തിയിരുന്നത്. ശസ്ത്രക്രിയ നടക്കുന്ന മേശാമധ്യത്തിലും ചുറ്റും വിദ്യാർത്ഥികൾക്കോ ഡോക്ടർമാർക്കോ ഇരിക്കാനും നിൽക്കാനുമുള്ള സ്ഥലങ്ങൾ പോലും ഒരുക്കിയിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശസ്ത്രക്രിയകൾ പത്രങ്ങളിൽ പരസ്യം ചെയ്യുകയും പണം നൽകി വരുന്ന കാണികൾക്ക് ഇത് കാണാനുള്ള അവസരം നൽകുകയും ചെയ്തിരുന്നു. അതൊരു ബിസിനസ് മോഡലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സർജന്മാർക്ക് കാണികളിൽ നിന്നും കയ്യടി പോലും ലഭിച്ചിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരു നാടക രീതി എന്ന പോലെ തന്നെ ആളുകൾക്ക് കാണാൻ കഴിയുന്ന ഒരിടം എന്ന അർത്ഥത്തിലാണ് ഈ ഓപ്പറേഷൻ നടത്തുന്ന ടേബിളുകൾക്ക്, ആ മുറിക്ക് ഓപ്പറേഷൻ തിയേറ്റർ എന്ന പേരിട്ടത് പോലും. പിന്നീട് അണുബാധയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുകയും ആധുനിക ശസ്ത്രക്രിയാ രീതികൾ വികസിക്കുകയും ചെയ്തു വന്നപ്പോഴാണ് ഈ പൊതു പ്രദർശനങ്ങൾ, വരുമാന മാർഗമുണ്ടാക്കുന്ന കയ്യടി നേടുന്ന ഈ തിയേറ്റർ കോംപ്ലക്സ് എന്നത് ഇല്ലാതാവുകയും അണുവിമുക്തമായ അടച്ചിട്ട മുറികളിൽ ശസ്ത്രക്രിയകൾ നടത്താൻ തുടങ്ങുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്നും ഓപ്പറേഷൻ തിയേറ്റർ എന്ന പേര് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്.